പശ്ചിമേഷ്യയിൽ യുദ്ധമേഘങ്ങൾ കൂടുതൽ കരിനിഴൽ വീട്ടുന്ന പശ്ചാത്തലത്തിൽ അമേരിക്കയ്ക്ക് നേരെ ചരിത്രത്തിലെ ഏറ്റവും കഠിനമായ മുന്നറിയിപ്പുകളുമായി ഇറാൻ രംഗത്തെത്തിയിരിക്കുകയാണ്. തങ്ങളുടെ പരമാധികാരത്തിന് മേൽ കടന്നു കയറാൻ ശ്രമിച്ചാൽ അമേരിക്കൻ സൈന്യത്തിന് വൻ ദുരന്തം നേരിടേണ്ടി വരുമെന്ന് ഇറാന്റെ സൈനിക ഭരണ നേതൃത്വം ഒരേ സ്വരത്തിൽ പ്രഖ്യാപിക്കുന്നു. അമേരിക്കൻ സൈന്യത്തിന്റെ ഏതൊരു തരത്തിലുള്ള കരസേനാ നീക്കവും അവർക്ക് വൻ നാശനഷ്ടങ്ങൾ മാത്രമേ സമ്മാനിക്കൂവെന്നാണ് ടെഹ്റാനിൽ നിന്നുള്ള ഔദ്യോഗിക പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നത്. ഇറാന്റെ പാർലമെന്റ് അംഗങ്ങളും ഉന്നത സൈനിക മേധാവികളും സംയുക്തമായി പുറപ്പെടുവിപ്പിച്ച പ്രസ്താവനകളിൽ അതീവ രൂക്ഷമായ ഭാഷയാണ് പ്രയോഗിച്ചിട്ടുള്ളത്. ഇറാൻ മണ്ണിലേക്ക് കാലുകുത്തുന്ന അമേരിക്കൻ സൈനികർ ഒന്നെങ്കിൽ തടവിലാക്കപ്പെടും, അല്ലെങ്കിൽ അവർ കൂട്ടക്കൊല ചെയ്യപ്പെടുമെന്നുമാണ് ഇവരുടെ ഭീഷണി. വൻ ശക്തിയായ അമേരിക്കയുടെ സൈനിക മേധാവിത്വത്തെ നേരിട്ട് വെല്ലുവിളിച്ചുകൊണ്ട് ഇറാൻ നടത്തിയ ഈ കടന്നാക്രമണം പെന്റഗണിനെ പോലും അമ്പരപ്പിച്ചിരിക്കുകയാണ്. തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിനെ ചൊല്ലിയുള്ള തർക്കങ്ങളും സംഘർഷങ്ങളും പുതിയൊരു തലത്തിലേക്ക് ഉയർന്ന പശ്ചാത്തലത്തിലാണ് ഈ പുതിയ ഭീഷണി വരുന്നത്. ലോകത്തെ ഇന്ധന വിതരണത്തിന്റെ പ്രധാന നാഡിയായ ഈ ജലപാതയ്ക്ക് മേൽ തങ്ങൾക്കുള്ള പൂർണ്ണ നിയന്ത്രണം നഷ്ടപ്പെടുത്താൻ ഇറാൻ തയ്യാറല്ല. ഇവിടെ അമേരിക്കൻ കപ്പലുകളുടെ സാന്നിധ്യം വർദ്ധിക്കുന്നത് തങ്ങളെ ഭയപ്പെടുത്താൻ വേണ്ടിയാണെന്ന തിരിച്ചറിവിലാണ് ഇറാൻ ഇത്രയും കടുത്ത നിലപാട് സ്വീകരിക്കുന്നത്. ഇറാൻ വെറുതെ ഭീഷണിപ്പെടുത്തുക മാത്രമല്ല, അമേരിക്കയെ സഹായിക്കുന്ന അയൽ രാജ്യങ്ങൾക്കും കനത്ത മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കുന്ന ഗൾഫ് രാജ്യങ്ങളെ ലക്ഷ്യം വെച്ചാണ് ഈ പ്രഖ്യാപനം. തങ്ങളുടെ മണ്ണിൽ സ്ഥിതി ചെയ്യുന്ന അമേരിക്കൻ താവളങ്ങളിൽ നിന്നും ഇറാനെതിരെ സൈനിക നീക്കങ്ങൾ നടത്താൻ അനുവാദം നൽകിയാൽ ആ രാജ്യങ്ങൾ ഇറാന്റെ നേരിട്ടുള്ള ആക്രമണത്തിന് ഇരയാകുമെന്നാണ് ടെഹ്റാൻ നൽകുന്ന താക്കീത്. ഗൾഫ് മേഖലയിലെ മറ്റ് അറബ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ ഈ നിലപാട് കടുത്ത പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത്. ഈ രാജ്യങ്ങളിലെ പല പ്രമുഖ വ്യോമ നാവിക താവളങ്ങളും അമേരിക്കയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഒരു യുദ്ധമുണ്ടായാൽ തങ്ങളുടെ മണ്ണും സുരക്ഷയും വലിയ രീതിയിൽ അപകടത്തിലാകുമെന്ന് ഈ ഗൾഫ് രാജ്യങ്ങൾ ഭയപ്പെടുന്നുണ്ട്. അമേരിക്കയും ഇറാനെയും ഒരുപോലെ പിണക്കാതിരിക്കാൻ ഇവർ അതീവ ജാഗ്രതയോടെയാണ് ഇപ്പോൾ നീങ്ങുന്നത്. ഇറാന്റെ ഭാഗത്തു നിന്നും ഇനിയും കടുത്ത പ്രതികരണം ഉണ്ടാകാൻ കാരണം അവരുടെ സ്വന്തം മിസൈൽ വ്യോമ പ്രതിരോധ ശേഷിയിലുള്ള വിശ്വാസമാണ്. വർഷങ്ങളായി തുടരുന്ന ഉപരോധങ്ങൾക്കിടയിലും തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത അത്യാധുനിക ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും തങ്ങളുടെ പക്കലുണ്ടെന്ന് ഇറാൻ ആവർത്തിക്കുന്നുണ്ട്. അമേരിക്കയുമായി ഒരു പരമ്പരാഗത യുദ്ധത്തിന് ഇറാൻ മുതിരില്ലെങ്കിലും പരോക്ഷ യുദ്ധമുറകളിലൂടെയും മിസൈൽ പ്രഹരങ്ങളിലൂടെയും അമേരിക്കൻ സൈന്യത്തിന് കനത്ത പ്രഹരമേൽപ്പിക്കാൻ ഇവർക്ക് സാധിക്കും. പെന്റഗണിനെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ ഈ വെല്ലുവിളി തള്ളിക്കളയാൻ കഴിയുന്ന ഒന്നല്ല. പശ്ചിമേഷ്യയിലെ വിവിധ താവളങ്ങളിലായി 10,000-കണക്കിന് അമേരിക്കൻ സൈനികരാണ് നിലയുറപ്പിച്ചിട്ടുള്ളത്. ഇവരെല്ലാം ഇപ്പോൾ ഇറാന്റെ അത്യാധുനിക മിസൈലുകളുടെ പരിധിക്കുള്ളിലാണ് എന്ന യാഥാർത്ഥ്യം അമേരിക്കൻ കമാൻഡർമാരെ അസ്വസ്ഥരാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിർത്തി മേഖലകളിൽ അമേരിക്കൻ പ്രതിരോധ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. അമേരിക്കൻ സൈനികരെ ലക്ഷ്യമിട്ട് ഇറാൻ ഇത്രയും കടുത്ത വാക്കുകൾ ഉപയോഗിക്കുന്നത് ഗൾഫ് മേഖലയിലാകെ യുദ്ധഭീതി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചെറിയ പ്രകോപനം പോലും പെട്ടെന്നൊരു യുദ്ധത്തിന് വഴിമരുന്നിട്ടേക്കാം. മേഖലയിലെ സമുദ്രപാതകളുടെ സുരക്ഷ അപകടത്തിലാകുന്നതോടെ അന്താരാഷ്ട്ര ഇന്ധന വിപണി കടുത്ത തകർച്ചയെ നേരിടാൻ സാധ്യതയുണ്ട്. ഇതിനകം തന്നെ ലോകരാജ്യങ്ങൾ ഈ വിഷയത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചു കഴിഞ്ഞു. ഇറാന്റെ സൈനിക നീക്കങ്ങൾ നിരീക്ഷിക്കാൻ അമേരിക്ക തങ്ങളുടെ പെട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ട്. എങ്കിലും കടുത്ത ഭൂപ്രകൃതിയും ഭൂഗർഭ സൈനിക താവളങ്ങളുമുള്ള ഇറാനെ നേരിടുക എന്നത് അമേരിക്കൻ സൈന്യത്തിന് അത്ര എളുപ്പമുള്ള കാര്യമല്ല. വിയറ്റ്നാം അല്ലെങ്കിൽ ഇറാഖ് യുദ്ധത്തെക്കാൾ വലിയൊരു ദുരന്തമായിരിക്കും ഇറാൻ മണ്ണിലെ ഒരു കരസേനാ യുദ്ധമെന്ന് പല അമേരിക്കൻ സൈനിക നിരീക്ഷകരും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ടാണ് ഇറാൻ കൂടുതൽ അഗ്രസീവായ നയതന്ത്ര ശൈലി സ്വീകരിക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാക്പോരുകൾ യുദ്ധരംഗത്തെ ചൂട് വർദ്ധിപ്പിക്കുമ്പോൾ നയതന്ത്ര ചർച്ചകൾക്കുള്ള സാധ്യതകൾ പൂർണ്ണമായും അടയുകയാണ്. ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സംഘടനകൾ സമാധാന ശ്രമങ്ങൾക്കായി മുന്നോട്ട് വരുന്നുണ്ടെങ്കിലും ഇരുവിഭാഗവും തങ്ങളുടെ കർക്കശ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇറാന്റെ ഈ പ്രഖ്യാപനങ്ങൾ അവരുടെ ആഭ്യന്തര പിന്തുണ വർദ്ധിപ്പിക്കുന്നതിനും ജനങ്ങൾക്കിടയിൽ ആത്മവിശ്വാസം വളർത്തുന്നതിനും സഹായിക്കുന്നുണ്ട്. അമേരിക്കയിലെ ഭരണ നേതൃത്വത്തിനും ഈ വിഷയം വലിയ തലവേദനയാണ് ഉണ്ടാക്കുന്നത്. ആഗോളതലത്തിൽ അമേരിക്കയുടെ ശക്തി കുറയുന്നു എന്ന പ്രചാരണം തടയാൻ അവർക്ക് ഇറാന്റെ വെല്ലുവിളികൾക്ക് മറുപടി നൽകേണ്ടതുണ്ട്. എന്നാൽ നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടൽ ഉണ്ടാക്കുന്ന സാമ്പത്തികവും രാഷ്ട്രീയവുമായ പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരിക്കും. ഈ ഒരു ധർമ്മ സങ്കടത്തിലാണ് ഇപ്പോൾ വാഷിംഗ്ടൺ ഉള്ളത്.
ഗൾഫ് മേഖലയിലെ അമേരിക്കൻ താവളങ്ങളായ ഖത്തർ, UAE, സൗദി അറേബ്യ, ബഹ്റൈൻ എന്നിവിടങ്ങളിലെല്ലാം അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് നിലവിലുള്ളത്. ഇറാന്റെ സൈന്യമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് തങ്ങളുടെ മിസൈലുകൾ ഏത് നിമിഷവും വിക്ഷേപിക്കാൻ തക്കവണ്ണം സജ്ജമാക്കി നിർത്തിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ മേഖലയിലൂടെ കടന്നു പോകുന്ന വ്യാപാരി കപ്പലുകളും എണ്ണ ടാങ്കറുകളും കനത്ത സുരക്ഷാ നിരീക്ഷണത്തിലാണുള്ളത്. പശ്ചിമേഷ്യയിലുടനീളമുള്ള ഇറാന്റെ സഖ്യകക്ഷിയായ പ്രോക്സി ഗ്രൂപ്പുകളും ഈ അവസരത്തിൽ സജീവമായി രംഗത്തുണ്ട്. യമനിലെ ഹൂതികൾ, ലബനനിലെ ഹിസ്ബുള്ള തുടങ്ങിയ ശക്തികളെ ഉപയോഗിച്ച് അമേരിക്കൻ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെക്കാൻ ഇറാന് എളുപ്പത്തിൽ സാധിക്കും. ഇത്തരമൊരു ബഹുമുഖ ആക്രമണം നേരിടേണ്ടി വന്നാൽ അത് ഗൾഫ് മേഖലയിലുള്ള അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ അടിത്തറ തന്നെ ഇളക്കാൻ പോന്നതാണ്. ഇരുപക്ഷവും പരസ്പരമുള്ള ആക്രമണ സാധ്യതകളെ കുറിച്ച് വ്യക്തമായ ധാരണയുള്ളവരാണ്. എങ്കിലും രാഷ്ട്രീയമായ നിലനിൽപ്പിനും തങ്ങളുടെ മേഖലയിലെ ആധിപത്യം നിലനിർത്തുന്നതിനും വേണ്ടി നടത്തുന്ന ഈ ബലപരീക്ഷണം ലോകത്തിന്റെ സമാധാന അന്തരീക്ഷത്തെയാണ് ബാധിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതവും സൈനിക ചലനങ്ങളും ഇതിന്റെ ഭാവിയെ നിർണ്ണയിക്കും. ഭയമില്ലാതെ നേരിടാൻ തങ്ങൾ സജ്ജമാണെന്ന് ഇറാൻ ലോകത്തിന് മുൻപിൽ കാണിച്ചു കൊടുക്കുകയാണ്. ഇറാന്റെ മണ്ണിൽ യുദ്ധം എത്തിക്കാൻ ശ്രമിച്ചാൽ അതിനുള്ള വില അമേരിക്കൻ ജനത സ്വന്തം സൈനികരുടെ ജീവനിലൂടെ നൽകേണ്ടി വരുമെന്ന ഭീതിതമായ സന്ദേശമാണ് ടെഹ്റാൻ നൽകിയിട്ടുള്ളത്. ആഗോളതലത്തിൽ വൻ ആശങ്കയോടെയാണ് നയതന്ത്ര വിദഗ്ധർ ഈ അത്യന്തം അപകടകരമായ സാഹചര്യത്തെ നിരീക്ഷിക്കുന്നത്.